പുതിയ ഷിഗല്ല ബാധിച്ചവരുടെ കണക്ക് വരുന്നുണ്ട്. അലക്സ് റാമു നേരത്തെ ഇട്ടത് ഒരൊറ്റ മിനിറ്റ് ഇപ്പം ഇട്ടത് എന്താണെന്നറിയോ? സംസ്ഥാനത്ത് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ച 8 പേർക്കാണ്. മലപ്പുറത്ത് 2, കോഴിക്കോട് 2, കണ്ണൂർ 2, വയനാട് 2. ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ച് 18 പേർക്കാണ്. 5 പേർക്ക് രോഗം സംശയിക്കുന്നുണ്ട്. ഈ മാസം മാത്രം ഷിഗല്ല സ്ഥിരീകരിച്ച് 18 പേർക്കാണ്. ഒരു മരണം ഷിഗല്ല മൂലമാണ്. ഈ വർഷം ഇതുവരെ 93 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 70 പേർക്ക് ഷിഗല്ല സംശയമുണ്ട്. 6 മാസത്തിനുള്ളിൽ ഷിഗല്ല മരണം 2 എണ്ണമാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട, ജാഗ്രതയോടുകൂടി സൂക്ഷിക്കേണ്ട സമയമാണ്. നമുക്ക് നേരെ വയനാട്ടിലോട്ട് പോകാം. അവിടെ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട്ടിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുകയാണ്. രാവിലെ മന്ത്രി ടി സിദ്ദീഖിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുക. വൈകിട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരനും ജില്ലയിലെത്തും. 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 60 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ളത്. രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയ 339 വിദ്യാർത്ഥികളുടെ വീടുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. വിവരങ്ങളുമായി ചേരുന്നത് കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന്. കാളിദാസൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്നൊന്നും പറയാനില്ലെങ്കിൽ പോലും ശ്രദ്ധിക്കണം, ഏറെ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. ഇന്നിപ്പോൾ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ഏത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാകുക? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ എടുക്കേണ്ടത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിനെ ഒരു ആശങ്കയുള്ളൊരു സംഭവമാക്കി മാറ്റുന്നത് ഇവർ ഈ വന്നിരിക്കുന്ന 339 കുട്ടികളും, അതായത് നിരീക്ഷണത്തിലുള്ള 339 കുട്ടികളും ഒരേ പ്രദേശത്ത് നിന്നുമുള്ളവരാണ്, ഒരേ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും നിലവിൽ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, സ്ഥിരീകരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആശങ്കപ്പെടാനില്ല എന്നുള്ളതാണ്. കാരണം 2 പേരാണ് ഇപ്പോൾ ഷിഗല്ല, 2 കുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും 19 സാമ്പിളുകൾ കൂടി, അതായത് ഈ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഷിഗല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതേ രോഗലക്ഷണങ്ങളോടെ 21 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 19 പേരുടെ കൂടി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകൾ കൂടി മടങ്ങി വരാനുണ്ട്. അതോടൊപ്പം ജില്ലയിലെ, അതായത് ബത്തേരിയിലെ വിവിധ ആശുപത്രികളിലായി, ബത്തേരി താലൂക്ക് ആശുപത്രിയിലടക്കം വിവിധ ആശുപത്രികളിലായി 60 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നമ്മൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ഇവിടെ 21 കുട്ടികൾ ചികിത്സയിലുണ്ട്. അത് ഈ രോഗം സ്ഥിരീകരിച്ച 4.5 വയസ്സുകാരനും 5 വയസ്സുകാരിയും ഒക്കെ തന്നെ ഇവിടെ ഉൾപ്പെടുന്നു. അവർക്കുള്ള ചികിത്സയൊക്കെ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള വിദഗ്ധ മെഡിക്കൽ സംഘമടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കൂടുതൽ സ്ഥിതിഗതികൾ വിലയിരുത്തും. വേണ്ട നടപടികൾ, നിർദ്ദേശങ്ങൾ ഒക്കെ മുന്നോട്ടുള്ളത് സ്വീകരിക്കാനായി ഉന്നതതല യോഗമുണ്ട്. വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദീഖിൻ്റെ സാന്നിധ്യത്തിലാണ് ആ ഒരു യോഗമുണ്ടാവുക. ആ ഒരു യോഗത്തിന് ശേഷം മന്ത്രി തന്നെ സാഹചര്യം കൃത്യമായി വിശദീകരിക്കുമെന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനോട് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടുകൂടി ബത്തേരിയിലെത്തി സാഹചര്യങ്ങളൊക്കെ തന്നെ, സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ് ഈ ഷിഗല്ലയെ സംബന്ധിച്ച്. ഏറ്റവും പ്രധാനമായും ഒന്നാമത്തെ കാര്യം, നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള വൈറൽ പനിയോ അല്ലെങ്കിൽ വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെക്കാൾ 5 ഇരട്ടി ബാധിക്കുന്ന, ശരീര അവയവങ്ങളെ ബാധിക്കുന്ന ഒരു തരത്തിലാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ വൈറസിനേക്കാളും അപകടകാരിയാണ് ബാക്ടീരിയ എന്നുള്ളത്. അതാണ് പ്രധാനപ്പെട്ട ആശങ്കയുണ്ടാക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോളിയാടിയിലെ മാർ ബസേലിയോസ് AUP സ്കൂളിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെയും ഈ ഷിഗല്ല പരിശോധനയിൽ കിട്ടുന്ന പരിശോധനാ ഫലം എങ്ങനെയാണ്? അതെന്ന് പറഞ്ഞാൽ 10-30 കുട്ടികൾ, 10-25 കുട്ടികൾ ഉണ്ടല്ലോ അതിനകത്ത്, അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഇതിൽ ഭൂരിഭാഗം കുട്ടികളും, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ 339 നിരീക്ഷണത്തിലുള്ള 339 കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും ഈ കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും അത് നിലവിൽ ആ സാഹചര്യമൊക്കെ അവിടുത്തെ വെള്ളമടക്കം പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഷിഗല്ലയെ സംബന്ധിച്ച് ഇത് വെള്ളത്തിൽ കൂടി മാത്രം എന്ന് പറയാൻ പറ്റില്ല. മലിനജലം ഉപയോഗിച്ചുള്ള ഭക്ഷണത്തിൽ കൂടിയും ഇത്തരത്തിലുള്ള ഈ ഷിഗല്ല പടരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടലിന് ബാധിക്കുന്ന രോഗമാണ് ഷിഗല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഇതിനും കാണിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷ്യവിഷബാധ കാണുമ്പോഴോ വൈറൽ പനി ഉണ്ടാകുമ്പോഴോ മാതാപിതാക്കൾ അല്പം ജാഗ്രത പാലിക്കുക. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തുക. കാരണം നേരത്തെ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ആ രോഗം ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വെള്ളം ഉപയോഗിക്കുന്നതിലുമൊക്കെ തന്നെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എല്ലാവരും. നിലവിൽ ഈ രോഗലക്ഷണങ്ങളുള്ള 339 കുട്ടികൾ
കുട്ടികളുടെയും വീടുകളിലും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കുമൊക്കെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവർക്ക് അവരോട് അടുത്ത് ഇടപഴകുന്നവർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുടെ വീടുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നടപടികളും ഒക്കെ തന്നെ സ്വീകരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉന്നതതല യോഗത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാകും. നിലവിൽ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 60 പേരാണ് ചികിത്സയിലുള്ളത്. ശരി, അതാണ് വയനാട്ടിൽ നിന്ന് കാളിദാസ് ദേവദത്തം നൽകുന്ന വിവരം. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്നുമാണ് മറ്റുള്ളവരിലേക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകും. ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോഴും ഈ രോഗബാധയുള്ളവർ ഭക്ഷണം തയ്യാറാക്കുമ്പോഴും ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോഴും ഒക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കൈ നല്ല വൃത്തിയായിട്ട് കഴുകുക, അതുപോലെ തന്നെ വൃത്തിഹീനമായ വെള്ളം കുടിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രതിരോധ നടപടികളായിട്ട് സ്വീകരിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.